എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 194 എപ്പിസോഡാണ്. ഈ ബുക്കിൻ്റെ റിവ്യൂ എടുത്ത് നോക്കുമ്പോൾ അത് 44 വീഡിയോ ആണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഈ 12ാമത്തെ ചാപ്റ്ററിൻ്റെ 4ാമത്തെ വീഡിയോ, ലാസ്റ്റ് പാർട്ട്. അപ്പം ഇതും ഒരു കുഞ്ഞു വീഡിയോ തന്നെയാണ്. ഇതിനെ എന്തുകൊണ്ട് ഞാൻ സെപ്പറേറ്റായിട്ട് ഒരു വീഡിയോ ആയിട്ട് തരുന്നതെന്ന് വെച്ചാൽ, നേരത്തെ ഡോക്ടർ മർഫിക്ക് നടന്ന ഈ പേൾ ഹാർബറിൻ്റെ ഒരു സംഭവം ഉണ്ടായല്ലോ, അതുപോലെ ഇതിനും എനിക്കൊരു പ്രത്യേകം അതിനൊരു പരിഗണന നൽകണമെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇതിനെ ഒരു കുഞ്ഞു വീഡിയോ ആണെങ്കിലും അത് തന്നെ പോട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിൽ എത്തിയത്. അത് ഞാൻ പറഞ്ഞു തീരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പം നമുക്ക് എത്ര ലോങ് വീഡിയോ ആണ്, എത്ര ഷോർട്ട് വീഡിയോ ആണ്, അതൊന്നുമല്ല പ്രശ്നം. ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന സന്ദേശം എത്ര പേർക്ക് എത്തിച്ചേർക്കാൻ പറ്റും, എത്ര പേര് അതിനെ കണ്ട് അതിനെ മനസ്സിലാക്കി അതിനെ അവരുടെ ലൈഫിൽ പ്രയോജനപ്പെടുത്താൻ പറ്റും, അത്രയേ എനിക്കുള്ളൂ. വേറൊന്നുമില്ല. നമ്മൾ എത്രയോ സമയം ചെലവിടുന്നു, എത്രയോ കാര്യങ്ങൾ മാറ്റി വെച്ചിട്ട് ഇതിനു വേണ്ടി ക്യാമറയുടെ മുമ്പിലിരുന്ന് വളരെ ഒരു സീരിയസ് ആയിട്ട് ദൈവം എനിക്ക് പറഞ്ഞിട്ടുള്ള നിയോഗം ഇതാണ്, ഈ സമയത്ത് നീ ഇത് ചെയ്, നിനക്ക് റിട്ടയർഡ് ലൈഫിൽ ഇതാണ് വേണ്ടിയത്, ദിസ് ഈസ് ദ സോഷ്യൽ സർവീസ് യു ഹാവ് ടു ഡു ഫോർ യുവർ സൊസൈറ്റി എന്ന് ദൈവം എനിക്ക് പറഞ്ഞു. അത് ഞാൻ ചെയ്യുന്നു. അപ്പം ഇത് എത്ര പേർക്ക് കൊണ്ട് എത്തിക്കാൻ പറ്റുമെന്നുള്ളതാണ് എൻ്റെ ഒരു ദൗത്യം. ഓക്കെ, ഇപ്പം ഈ വീഡിയോയുടെ ടൈറ്റിൽ എന്തുവെന്ന് വെച്ചാൽ സ്ലീപ്പ് ഇൻ പീസ് ആൻഡ് വേക്ക് ഇൻ ജോയ്. എന്നുവെച്ചാൽ ഈ 12ാമത്തെ ചാപ്റ്റർ മൊത്തം സബ് കോൺഷ്യസ് മൈൻഡും സ്ലീപ്പിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പം ഇതിൽ സ്ലീപ്പ് ഇൻ പീസ്, അതായത് നിങ്ങൾ ഉറങ്ങുമ്പം സമാധാനത്തോട് ഉറങ്ങുക. വേക്ക് ഇൻ ജോയ്, ഉണരുമ്പോൾ സന്തോഷത്തോടെ ഉണരുക. ഇത് സത്യത്തിലും എത്ര പേർക്ക് സാധിക്കുന്നു? ഇങ്ങനെ നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റി നല്ല ഒരു ഡീപ്പ് സ്ലീപ്പ് കഴിഞ്ഞ് സന്തോഷമായിട്ട് ഉണരാൻ പറ്റിയാൽ അത് തന്നെ നമ്മുടെ ജീവിതത്തിലുള്ള വിജയമാണ്. മനസ്സിലാവുന്നോ? എന്താ വെച്ചാൽ എത്രയോ ലക്ഷോപലക്ഷം ആൾക്കാർ, മില്യൺസ് ഓഫ് പീപ്പിൾ ഓൾ ഓവർ ദ വേൾഡ്, ദേ ആർ സഫറിങ് ഫ്രം ഇൻസോമിനിയ. ഇൻസോമിനിയ എന്ന് വെച്ചാൽ ഉറക്കം വരാത്ത ഒരു ദുരിതം അവരുടെ ജീവിതത്തിലുണ്ട്. പൊതുവേ പറയും, ഞാൻ കേട്ടിട്ടുണ്ട്, ഈ വയസ്സാകുമ്പം ഉറക്കം കുറയും. അത് ഞാൻ വിചാരിക്കും, ഉറക്കം കുറയുന്നതിൻ്റെ കാരണം അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി കുറയുന്നു. അവർ ഒരു യങ്സ്റ്ററിൻ്റെ കൂട്ട് ഓടി നടക്കാൻ പറ്റുന്നില്ല, എല്ലാ ജോലിയും എടുത്ത് ചെയ്യാൻ പറ്റുന്നില്ല. അവർ വളരെ പകൽ മുഴുக்க ഒരു സ്ഥലത്തിരിക്കുന്നു, അങ്ങനെ ഇരിക്കുന്നതുകൊണ്ട്. അതുമാത്രമല്ല, ഈ വയസ്സാകുമ്പം ആൾക്കാരെ ഞാൻ ഒരുപാട് കാണുന്നുണ്ട്, പകൽ ഇഷ്ടം പോലെ അവർ ഉറങ്ങുന്നുണ്ട്. ഞാൻ ഈ 70, 75, 80 ആൾക്കാരെയൊക്കെ എൻ്റെ റിലേറ്റീവ്സിനെ തന്നെ കാണുന്നുണ്ട്. എൻ്റെ റിലേറ്റീവ്സ്, ഫ്രണ്ട്സ്, അവരുടെ അമ്മമാർ, അച്ഛന്മാർ, പല വീടുകളിലും ഞാൻ പോകുന്നുണ്ട്. ഞാൻ എൻ്റെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ എൻ്റെ മരുമോൻ്റെ റിലേറ്റീവ്സ്, അവരുടെ വീടുകളിലൊക്കെ ഞാൻ പോകും. എസ്പെഷ്യലി വയസ്സായവരുണ്ടെങ്കിൽ അവർ പോകുമ്പോൾ ഞാനും പോകും. എന്നെ വിളിക്കണേന്ന് പറയും, ഞാൻ പോകും. അവർക്ക് ഭയങ്കര സന്തോഷമാണ് ഞാൻ പോയി കാണുമ്പോൾ. ടീച്ചർ വന്നോ, ശ്രീദേവിയുടെ അമ്മ വന്നോ എന്ന് പറഞ്ഞ് എന്നെ അടുത്ത് പിടിച്ചിരുത്തി സംസാരിക്കും. അപ്പം ഞാൻ വയസ്സായവരെല്ലാവരെയും പോയി കാണും. അപ്പോൾ അവരെല്ലാം പറയുന്നത്, ടീച്ചറെ ഉറക്കം വരുന്നില്ല, രാത്രി മൊത്തം ഉറക്കം വരുന്നില്ല, ഇങ്ങനെ ഉണർന്ന് കിടക്കുവാന്ന്. പക്ഷേ അവർ ഒരു കാര്യം മറക്കുന്നുണ്ട്, അത് ഞാൻ കണ്ടുപിടിച്ചെടുത്തു. അവർ പകൽ ഇഷ്ടം പോലെ ഉറങ്ങുന്നുണ്ട്. ഒരുപാട് പേര് കിടന്ന് ഉറങ്ങുന്നില്ല, ഇരുന്ന് ഉറങ്ങുന്നുണ്ട്. ചാരു കസേരയിലും ഈസി ചെയറിലും ഇരിക്കുന്ന കസേരയിലും അല്ലെങ്കിൽ കട്ടിലിൽ തന്നെ ഇരുന്നും ചാരിയിരുന്നും നല്ല ഡീപ്പായിട്ട് പകൽ കുറേശ്ശെ ഉറങ്ങുന്നുണ്ട്. അതുകൊണ്ടാണ് അവർക്ക് രാത്രി കണ്ടിന്യൂസ് ആയിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ ചെറുപ്രായമുള്ളവരുടെ കൂട്ട് ഉറങ്ങാൻ പറ്റാത്തത്. പക്ഷേ അതിനു പുറമേ ഈ ഉറക്കം വരുന്നില്ല എന്ന് പറയുന്നത്, രാത്രി ലോകം മുഴുക്ക ഉറങ്ങും, ഡീപ്പ് സ്ലീപ്പിലാണ്.
വല്ലാത്ത ഒരു നിശബ്ദമാണ്, ഇരുട്ടാണ്. അങ്ങനെ ലോകമേ ഉറങ്ങുന്ന സമയത്ത് എനിക്ക് മാത്രം ഉറക്കം വരുന്നില്ല എന്ന് പറഞ്ഞ് എണ്ണിക്കുക, വെള്ളം കുടിക്കുക, ബാത്റൂം പോവുക, പിന്നെയും വന്ന് കിടക്കുക, പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും വലത്തെ സൈഡ് തിരിഞ്ഞ് കിടക്കുക, ഇടത്തെ സൈഡ് തിരിഞ്ഞ് കിടക്കുക, എണ്ണിച്ചിരിക്കുക, പിന്നെയും വായ ഉണങ്ങും, അപ്പം വെള്ളം കുടിക്കുക, പിന്നെയും ബാത്റൂം പോവുക, പിന്നെയും വരിക. ഇങ്ങനെയാണ് ഒരുപാട് പേർക്ക് രാത്രികൾ കഴിച്ചു കൂട്ടാൻ പറ്റുന്നത്. വേറെ വഴിയില്ല, അവർക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല. അതിന് വേണ്ടി ഡോക്ടറടുത്ത് പോകും, ഡോക്ടർ ഗുളിക എഴുതി തരും, ഒരു പില്ല് കഴിക്കും, കുറച്ച് കഴിയുമ്പോൾ 2 പില്ലാക്കും, ചിലർക്ക് 3 പില്ല് കഴിച്ചാലും ഉറക്കം വരത്തില്ല. അത് അത്ര നല്ല ഒരു കാര്യമല്ല. അത് വയസ്സായാലും വയസ്സായില്ലെങ്കിലും രാത്രി എന്ന് പറയുന്നത് നമ്മളുടെ ശീലം, നമ്മളുടെ ബോഡിയുടെ അറേഞ്ച്മെൻറ്റ് അങ്ങനെ. ഏകദേശം സൂര്യാസ്തമനത്തിന് മുന്നേ കഴിച്ചിരിക്കണം. ഒരു 8, 8:30, 9 മണിക്കൊക്കെ ഉറങ്ങണം. രാവിലെ 3 മണിക്കോ 4 മണിക്കോ എണീക്കണം. അങ്ങനെയാണ് നമ്മളുടെ കണ്ണും അകത്തുള്ള ബ്രെയിനും എല്ലാം ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം രാത്രി ഉറങ്ങേണ്ട സമയത്ത് ഉറക്കം വന്നില്ലെങ്കിൽ വലിയ പാട് തന്നെയാണ്. ചില അവസരങ്ങളിൽ എനിക്കും അത് സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി എന്തുവാണെന്ന് എനിക്കും അറിയാം. ചിലപ്പം വീട്ടിൽ എന്തെങ്കിലും ബഹളം ഉണ്ടാകും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വാക്കുവാദം ഉണ്ടാകും. അപ്പോഴൊക്കെ എനിക്കെങ്ങനെയാണെന്ന് വെച്ചാൽ ക്ഷീണം കാണും. പകൽ പൂരം ഓടി നടന്ന് ജോലി ചെയ്യുന്നു, സ്കൂളിൽ പോകുന്നു, വൈകിട്ട് അലയ്ക്കുന്നു, വീട്ടിൽ വരുന്നു, വീട്ടു ജോലി ചെയ്യുന്നു, പിള്ളേരെ നോക്കുന്നു, പിള്ളേരെ പഠിപ്പിക്കുന്നു. അങ്ങനെ എല്ലാം ചെയ്യുമ്പം നമ്മളെ പോയി കിടന്ന ഉടനെ ഞാനങ്ങ് ഉറങ്ങും. ഉറങ്ങി പിന്നീട് ഒരു 2 മണിക്കൂർ, ഒരു 9 മണിക്ക് 10 മണിക്ക് ഉറങ്ങിയാൽ 12 വരെ നല്ല ഉറങ്ങും, എന്നെ മറന്നു ഉറങ്ങും. 12 മണിക്ക് ഉണരും. ഉണന്നാൽ പിന്നെ 1, 2, 3, 4 വെളുപ്പാൻ രാവിലെ വരെ ഉറക്കമില്ല. എന്നുവെച്ചാൽ വീട്ടിലെ ഒരു സംഗതി അവരിങ്ങനെ പറഞ്ഞു, അല്ലെങ്കിൽ ഇതങ്ങനെ നടന്നു, നടക്കരുതാത്ത ഒരു സംഭവം നടന്നു, അല്ലെങ്കിൽ ഞാനതിൽ വേണ്ടാത്ത രീതിയിൽ അതിൽ ഇടപെട്ടു. മറ്റവരുടെ കുറ്റം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാനും അതിൽ ചിലപ്പം ഇടപെട്ടത് തെറ്റായിരിക്കാം, ഞാൻ വർത്തമാനം പറഞ്ഞത് ചിലപ്പം കൂടിപ്പോയിരുന്നിരിക്കാം, അങ്ങനെയൊക്കെ. പക്ഷേ അതിങ്ങനെ തികട്ടി വരുമ്പം ഉറക്കമില്ലാത്തത് മാത്രമല്ല, അപ്പം ലോകമേ ഉറങ്ങുന്നു, നിശബ്ദം, എല്ലാ സ്ഥലത്തും ഇരുട്ട്. പക്ഷേ എല്ലാവരും ഉറങ്ങുന്നു, എല്ലാവരും അതിനെ സുഖിക്കുന്നു, ഉറക്കത്തിനെ സുഖിക്കുന്നു. എനിക്കത് സുഖിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള ഒരു തോന്നൽ വരും. അപ്പം ഈ ഉറക്കമില്ലായ്മ എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ഒരു രോഗമാണ്. ഓക്കെ, അതുകൊണ്ടാണ് ഇതിനെ ഞാൻ തന്നെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. ഓക്കെ, അപ്പം ടു ദോസ് ഹു സഫർ ഫ്രം ഇൻസോമിനിയ, അതായത് ഉറക്കമില്ലാതെ പ്രയാസപ്പെടുന്ന ആൾക്കാർക്ക് ഈ ഒരു പ്രെയർ, അദ്ദേഹം ഒരേ ഒരു വലിയ പ്രെയറാണ് ഈ ഒരു പാരഗ്രാഫിൽ തന്നിരിക്കുന്നത്, ഒരു പത്തിയിൽ തന്നിരിക്കുന്നത്. അത് വളരെ ഇഫക്റ്റീവാണ്. ഇത് നിങ്ങൾ ഈ പ്രെയർ പറഞ്ഞിട്ട് കിടന്നാൽ നിങ്ങൾക്ക് തന്നെത്താനെ ഉറക്കം വരും. അപ്പം നിങ്ങളുടെ വീട്ടിൽ ഇപ്പം എൻ്റെ വീഡിയോ കേൾക്കുന്നവർക്ക് വേണമെങ്കിൽ ഇത് ലൈഫിലെടുത്തോളാം. അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മയ്ക്കോ അച്ഛനോ അപ്പൂപ്പനോ അമ്മൂമ്മയ്ക്കോ അമ്മായിയമ്മയ്ക്കോ ആർക്കെങ്കിലുമൊക്കെ വയസ്സായവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ പ്രയാസം കാണും. അങ്ങനെയുള്ളവർക്ക് ഈ വീഡിയോയെ കേൾപ്പിക്കുക, അല്ലെങ്കിൽ ഈ വീഡിയോയുടെ സാരാംശം എന്തുവാന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അങ്ങനെയൊക്കെ വേണം നമ്മൾ പുണ്യങ്ങൾ ചേർക്കാൻ. മനസ്സിലായോ? സോ അപ്പം ഇതിലെന്തുവാ, അദ്ദേഹം ഒരു ഫുൾ പാരഗ്രാഫാണ് ഒരു പ്രെയർ പറയുന്നത്. റിപ്പീറ്റ് ഇറ്റ് സ്ലോലി, ക്വയറ്റ്ലി, ലവിങ്ലി, പ്രെയർ ടു സ്ലീപ്പ്. അതായത് ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പേ നല്ല സ്നേഹത്തോടെ സന്തോഷത്തോടെ ഈ പ്രെയർ പറഞ്ഞിട്ട് കിടന്നാൽ നിങ്ങൾക്ക് നല്ല ഉറക്കം അഷ്വേർഡാണ്. അഷ്വേർഡ് എന്ന് വെച്ചാൽ ഉറപ്പാണ്, നിങ്ങൾ ഉറങ്ങുമെന്നുള്ളത് ഉറപ്പാണ് എന്ന് പറയുന്നു. ഓക്കെ, അതാണ് ഈ ഹെഡിങ്, ഈ വീഡിയോയുടെ ടൈറ്റിൽ, ഈ പാരഗ്രാഫിൻ്റെ ടൈറ്റിൽ തന്നെയാണ് ഞാൻ കോപ്പി ചെയ്തിരിക്കുന്നത്. എന്തുവാ? സ്ലീപ്പ് ഇൻ പീസ് ആൻഡ് വേക്ക് ഇൻ ജോയ്. ഓക്കെ,
ഇതിൽ ഇപ്പം പറഞ്ഞിരിക്കുന്നുണ്ടല്ലോ ഈ പ്രാർത്ഥന, ഇത് യോഗാനന്ദ പരമഹംസ എനർജൈസിങ് എക്സസൈസിൽ ഇത് പറയുന്നുണ്ട്. YSSൻ്റെ ഇതിൽ ഞാൻ ചേർന്ന് പഠിച്ചിട്ടുണ്ട്. അതിൽ ഒരു ഫുൾ എക്സസൈസ്, എനർജൈസിങ് എക്സസൈസ്, അത് നിങ്ങൾ യൂട്യൂബിൽ ഇട്ട് നോക്കിയാലും അറിയാം. എനർജൈസിങ് എക്സസൈസ് ബൈ യോഗാനന്ദ പരമഹംസ അത് പറയുന്നുണ്ട്. അതായത് ഈ ക്രിയായോഗത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഞാൻ എൻ്റെ സത്സംഗ് നടത്തുമ്പം അവർക്ക് പറഞ്ഞിട്ടുണ്ട്, ഞാൻ അടുത്ത പ്രാവശ്യം അടുത്ത സത്സംഗിൽ ഇത് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞു തരും. അതിൻ്റെ ഒരു വീഡിയോ, ഫോറിനേഴ്സ് ഇട്ട വീഡിയോ യൂട്യൂബിൽ കിടപ്പുണ്ട്. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെട്ടില്ല എന്ന് വെച്ചാൽ കുറ്റമുള്ളതുകൊണ്ടല്ല, ഞാൻ തന്നെ അതൊരു വീഡിയോ എടുത്ത് നിങ്ങൾക്ക് അടുത്ത പ്രാവശ്യം ഞാൻ അത് പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പം ഇത് സദ്ഗുരുവിൻ്റെ ഒരു പ്രോഗ്രാമിൽ അദ്ദേഹം തന്നെ ഇതുപോലെ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അദ്ദേഹം ഇതിനെ വീഡിയോ ആയിട്ടും ഇട്ടിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ ശ്രീ രവിശങ്കറുടെ പ്രോഗ്രാമിലും ഇതുപോലുണ്ട്. അപ്പം വലിയ ആൾക്കാരെല്ലാം ഒരേപോലെയാണ് ചിന്തിക്കുന്നത്. അതെന്തുവാന്ന് വെച്ചാൽ നമ്മുടെ ബോഡിയെ അങ്ങ് തളർത്തുക. നമുക്ക് ഉറക്കം വരാത്തതിൻ്റെ ഒരു കാരണം എന്തുവാന്ന് വെച്ചാൽ മനസ്സിൽ കിടക്കുന്ന വേദന, മനസ്സിൽ കിടക്കുന്ന ചഞ്ചലങ്ങൾ. അവരത് പറഞ്ഞു, ഞാനിത് പറഞ്ഞു, അത് അങ്ങനെ സംഭവിച്ചു, അവരിങ്ങനെ ചെയ്തു, മനസ്സിൽ കിടക്കുന്ന കുഴപ്പങ്ങൾ. ബോഡി റിലാക്സ്ഡ് അല്ല. ബോഡി എപ്പോൾ റിലാക്സ്ഡ് ആകുന്നോ അപ്പോഴേ മൈൻഡും റിലാക്സ് ആവത്തുള്ളൂ. അപ്പം ഇത് ബോഡി റിലാക്സേഷൻ തൊട്ടാണ് തുടങ്ങുന്നത്. പതുക്കെ കാൽ വിരൽ തൊട്ട് തുടങ്ങി മേളി വരെ, തല ഉച്ചി വരെ വന്നിട്ട് ഒരു റിലാക്സിങ് ടെക്നിക്കാണ്. അത് കഴിഞ്ഞാൽ നല്ല ഫുൾ ബോഡി അങ്ങ് റിലാക്സ് ആകുമ്പം മൈൻഡും തന്നെത്താനെ റിലാക്സ് ആകും. അപ്പം ഈ അജിറ്റേറ്റഡ് മൈൻഡ്, ഈ ആക്രോശം, ആവേശം ഉള്ള മനസ്സ് അടങ്ങുമ്പം തന്നെത്താനെ നിദ്രാദേവി നമ്മളെ വന്ന് കെട്ടിപ്പിടിക്കും. അപ്പം നമ്മൾ നല്ല രീതിയിൽ ഉറങ്ങും. ഓക്കെ, അതാണ് ഇതിൻ്റെ ടെക്നിക്ക്. ഇപ്പം എന്തുവാ പറഞ്ഞിരിക്കുന്നത്? മൈ ടോസ് ആർ റിലാക്സ്ഡ്, അതായത് കാലിൻ്റെ വിരൽ ഭാഗം തൊട്ട് തുടങ്ങുക. കാലിൻ്റെ വിരൽ ഭാഗമെല്ലാം റിലാക്സ് ആവുന്നു. അതായത് അതിൻ്റെ ഇറുക്കത്തിനെ ഞാൻ തളർത്തുന്നു. മസിൽ പിടിച്ചിരിക്കാതെ എന്ന് പറയത്തില്ലയോ, ദേഷ്യത്തിലൊക്കെ വരുമ്പം മസിൽ പിടിച്ചിരിക്കുന്നില്ലയോ, അത് വേണ്ട. അപ്പം നമുക്ക് അറിഞ്ഞോ അറിയാതെയോ മസിലൊക്കെ പിടിച്ചിരുന്നാൽ, ടെൻഷനോടിരുന്നാൽ അതിനെ റിലാക്സ് ചെയ്യും. റിലാക്സ് യുവർ ബോഡി സ്റ്റാർട്ടിങ് ഫ്രം ദ ടോസ്. അപ്പം കാൽ വിരൽ തൊട്ട് റിലാക്സ്ഡ്. പിന്നെ നമ്മുടെ കാഫ് മസിൽസ് റിലാക്സ്ഡ്. പിന്നെ തൊട, മുട്ട് റിലാക്സ്ഡ്, തൊട റിലാക്സ്. നമ്മൾ ഓരോ അവയവങ്ങളായിട്ട് നോക്കി പറയുക. പിന്നെ അടിവയറ് റിലാക്സ്, പിന്നെ മേൽവയറ് റിലാക്സ്, പിന്നെ നെഞ്ച് റിലാക്സ്, അകത്തുള്ള ഹാർട്ട്, ലങ്സ് റിലാക്സ്. ഇൻറ്റേർണൽ ഓർഗൻസിനെയും പറയണം. പിന്നെ പുറത്ത് മുതുക്, ഇടുപ്പ് റിലാക്സ്, മുതുക് റിലാക്സ്, കഴുത്തിൻ്റെ പിൻഭാഗം റിലാക്സ്, കഴുത്തിൻ്റെ മുൻവശം റിലാക്സ്, ഷോൾഡർ, തോൾ റിലാക്സ്, കൈ രണ്ടും റിലാക്സ്. പിന്നെ മുഖത്തുള്ള മസിൽസ് എല്ലാം റിലാക്സ്. അങ്ങനെ ഓരോ ഭാഗമായിട്ട് റിലാക്സ്. അങ്ങനെ ഫേഷ്യൽ മസിൽസ്, മുഖത്തുള്ള മസിൽസ് എല്ലാം റിലാക്സ്ഡ്. കാത് റിലാക്സ്ഡ്, മൂക്ക് റിലാക്സ്ഡ്, വായ് റിലാക്സ്ഡ്, കണ്ണ് റിലാക്സ്ഡ്, തല റിലാക്സ്ഡ്, അകത്തുള്ള ബ്രെയിൻ റിലാക്സ്ഡ്, എല്ലാം റിലാക്സ്ഡ്. സോ മൈ ഹോൾ മൈൻഡ് ആൻഡ് ബോഡി ആർ റിലാക്സ്ഡ്. ഓക്കെ, പിന്നെ ഐ ഫുള്ളി ആൻഡ് ഫ്രീലി ഫർഗിവ് എവരി വൺ. ഫിസിക്കലായിട്ടുള്ള റിലാക്സേഷൻ നടന്നു. അടുത്തത് മെൻ്റലി നമ്മൾ എങ്ങനെ റിലാക്സ് ചെയ്യണം. അതിന് ഈ ഫർഗിവ്, ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് നേരത്തെ, ഫർഗിവ് ആൻഡ് ഫർഗെറ്റ്. അപ്പം അതെന്തുവാ? മറക്കുക, ക്ഷമിക്കുക. അപ്പം എത്രയോ പേര് നമ്മളെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്, നമ്മളും ചെയ്തിട്ടുണ്ട്, നമ്മളും ഒരു കുറവും ഇല്ലാതെ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴൊക്കെ വേണമെങ്കിൽ ചിലപ്പം അത് അവോയ്ഡ് ചെയ്യാം. പക്ഷേ കൊച്ചിലെയൊക്കെ ഈ ലൈനിൽ വരുന്നതിന് മുമ്പേയൊക്കെ നമ്മളും
ഞാനൊക്കെ നല്ലപോലെ ആർഗ്യൂ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഡോൺ ആർഗ്യൂ എന്നൊരു വീഡിയോ തന്നെ ഇട്ടത്. അപ്പോഴത്തെ ആ വീഡിയോകളെല്ലാം എൻ്റെ ലൈഫിനെ ബേസ് ചെയ്താണ് ഞാൻ പറഞ്ഞത്. എൻ്റെ ലൈഫിൽ എനിക്ക് കിട്ടിയ അനുഭവം കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഈ 50% അറ്റാച്ച്മെൻറ്റ്, 50% ഡിറ്റാച്ച്മെൻറ്റ്, ഈ റിലാക്സേഷൻ, ഫർഗീവ്, ഫർഗെറ്റ്, ഹോപ്പനോപ്പനോ, അതെല്ലാം എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ച പാഠങ്ങളാണ്. അതിനെയാണ് ആദ്യമായിട്ടൊക്കെ അതൊക്കെ പിന്നെയാണ് ഈ ബുക്ക് റിവ്യൂ ഒക്കെ തുടങ്ങിയത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എനിക്ക് പറയേണ്ടതെല്ലാം ഞാൻ നേരത്തെ പറഞ്ഞു തീർന്നു. ഓക്കെ, അതൊക്കെ എന്താ മൈൻഡ്ഫുൾനെസ്, 100% അവെയർനെസ്, ഇതൊക്കെ ഇരുന്നാൽ പോരെ? അങ്ങനെ. ഇപ്പം നമ്മൾ ദേഹം റിലാക്സായി, അടുത്തത് മനസ്സിലോട്ട് വരിക. ഇതിലെന്തുവാ? ഞാൻ എന്നെ ഉപദ്രവിച്ചവരെല്ലാവരെയും ക്ഷമിക്കുന്നു. I fully and freely forgive everyone. And I sincerely wish for them harmony. ഞാൻ അവരെ പ്രാകുന്നില്ല, അവർ നന്നായി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അവർക്കും ദേഹാരോഗ്യം കിട്ടട്ടെ, അവർക്കും മനസമാധാനം കിട്ടട്ടെ, ജീവിതത്തിൽ നേടേണ്ടതെല്ലാം അവർക്കും വന്ന് ഭവിച്ചിടട്ടെ എന്ന് നമ്മൾ മറ്റവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പം നമുക്ക് കൂടുതൽ നന്മകൾ വരും. അത് തന്നെത്താനേ വന്നോളൂ. ഓക്കെ, പക്ഷേ നമുക്ക് നന്മകൾ വരണമെന്ന് വേണ്ടിയല്ല മറ്റവർക്കായിട്ട് പ്രാർത്ഥിക്കുന്നത്. അവർ നന്നായിരിക്കട്ടെ. ആരെയും നമ്മൾ പ്രാകരുത്. ആർക്കും നമ്മൾ തിന്മ നേരാൻ പാടില്ല. അറിഞ്ഞോ അറിയാതെയോ കൂടെ അങ്ങനെ ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ വരരുത്. അവൻ എൻ്റെ കൂടെ മുഖത്ത് നോക്കിയാണ് ഈ ചോദ്യം ചോദിച്ചത്, അവൻ നന്നാകുമോ, അവൻ എങ്ങനെ ജീവിക്കുന്നു ഞാനൊന്ന് കാണട്ടെ, നശിച്ച് നാറാണക്കല്ലായിട്ട് പോകും, അങ്ങനെ ഒന്നും നമ്മൾ ദേഷ്യത്തിൽ പോലും പറയരുത്. ഇതുവരെ പറഞ്ഞു കാണും, പോട്ടെ, അത് ദൈവം ക്ഷമിക്കും. അതിനാണ് ഹോപ്പനോപ്പനോ യൂണിവേഴ്സിൻ്റെ അടുത്ത് പറയണമെന്ന് പറയുന്നത്. ഹോപ്പനോപ്പനോയെ കുറിച്ചും ഒരു തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആദ്യം നേരത്തെ വന്ന വീഡിയോകളാണ്. അതൊക്കെ ഒന്ന് റീവൈൻഡ് ചെയ്ത് നോക്കുക. ഓക്കെ, സോ പിന്നെ ഐ എം അറ്റ് പീസ്. നമ്മളെ ദ്രോഹിച്ചവരെയും നമുക്ക് എതിരായിട്ട് പ്രവർത്തിച്ചവരെയുമേ നമ്മൾ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ പിന്നെ ലോകത്ത് എന്തോ ഉണ്ട്? ഒന്നുമില്ല. എൻ്റെ മനസ്സ് ലൈറ്റായി, എൻ്റെ മനസ്സിന് സമാധാനമുണ്ട്. I am in peace. I am at peace. I am poised, serene and calm. ഇതൊക്കെ വെച്ചാൽ എൻ്റെ മനസ്സിന് നല്ല സമാധാനമുണ്ട്. ഓക്കെ, എനിക്ക് സെക്യൂരിറ്റി ഉണ്ട് ഇപ്പോൾ ലൈഫിൽ. ഐ റെസ്റ്റ് ഇൻ സെക്യൂരിറ്റി ആൻഡ് ഇൻ പീസ്. സെക്യൂരിറ്റി എന്ന് വെച്ചാൽ എന്തുവാ? ഒരു സുരക്ഷിതമായ ഒരു ഫീലിംഗ്. അതായത് നമ്മൾ ആർക്കെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ അടുത്ത് ഹോപ്പനോപ്പനോ ചെയ്യുക, സോറി പറയുക. നമ്മളെ ദ്രോഹിച്ചവർക്ക്, നമ്മളെ വഴക്ക് പറഞ്ഞവർക്ക്, നമ്മൾക്ക് മനവേദന തന്നവരെ നമ്മൾ ക്ഷമിച്ചു വിട്ടു. പിന്നെ എന്തോ ഇരിക്കുന്നു? ഇനി മനസ്സിൽ വെച്ച് കെട്ടിക്കൊണ്ട് നടക്കാനും ഒന്നുമില്ല. ബോഡി ലൈറ്റായി, മൈൻഡും ലൈറ്റായി, മൈൻഡ് പീസ്ഫുള്ളായി. പീസ്ഫുൾ എന്ന് വെച്ചാൽ സമാധാനം. ഈ സന്തോഷം പോലും വേണ്ട, സന്തോഷം ഇല്ലെങ്കിൽ പോലും പോട്ടെ, പക്ഷേ ആ സമാധാനം വേണം. മനസ്സിനൊരു നിമ്മതി, സമാധാനം, അത് വേണം. സോ എ ഗ്രേറ്റ് സ്റ്റിൽനെസ് സ്റ്റീൽസ് ഓവർ മീ. എനിക്കൊരു വേവലാതിയില്ല. അത് ചെയ്യണം, ഇത് ചെയ്യണം, അങ്ങനെ ചെയ്യണം, ഇങ്ങനെ ചെയ്യണം. ഇപ്പം വളരെ കാം ആൻഡ് ക്വയറ്റായിട്ടുള്ള മൈൻഡാണ് എൻ്റെ, പീസ്ഫുൾ മൈൻഡാണ്. ഐ റിയലൈസ് ദ ഡിവൈൻ പ്രസൻസ് വിതിൻ മീ. എൻ്റെ ഉള്ളിലുള്ള ആ ദൈവീക ശക്തിയെ ഞാൻ ഉണരുന്നു. ദൈവം എൻ്റെ ഉള്ളിലുണ്ട്, അത് ഞാൻ ഉണരുന്നു. ഐ നോ ദറ്റ് ദ റിയലൈസേഷൻ ഓഫ് ലൈഫ് ആൻഡ് ലവ് ഹീൽസ് മീ. എല്ലാവരോടെയും നമ്മൾ സ്നേഹിച്ച് ആ ജീവിതത്തിൻ്റെ അർത്ഥത്തിനെ മുഴുവനെ മനസ്സിലാക്കി നമ്മൾ ജീവിക്കുമ്പം നമുക്ക് കിട്ടുന്ന ആ ഹീലിംഗ് പവർ ഉണ്ടല്ലോ, അതിന് തുല്യം വേറെ ഒന്നുമില്ല. ഐ റാപ്പ് മൈസെൽഫ് ഇൻ ദ മാൻറ്റിൽ ഓഫ് ലവ്. അതാണല്ലോ ലാസ്റ്റ് വിജ്ഞാനമയ കോശം. അത് കഴിഞ്ഞാൽ ആനന്ദമയ കോശ. ആനന്ദമയ കോശ എന്ന് പറയുമ്പോൾ ബ്ലിസ്ഫുൾ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ യൂണിവേഴ്സൽ ലവ് ആൻഡ് ബ്രദർഹുഡ്.
എൻ്റെ മനസ്സ്, എൻ്റെ കോൺഷ്യസ്നെസ് യൂണിവേഴ്സൽ കോൺഷ്യസ്നോട് ഒന്നിച്ച് കലന്നു, ഒന്നിച്ച് മേർജായി. ഞാൻ വേറെ, യൂണിവേഴ്സ് വേറെ അല്ല. അപ്പം ഞാൻ കാണുന്നതെല്ലാം എൻ്റെ ഒരു പ്രതിഫലിപ്പാണ്, പ്രതിബിംബമാണ്. അതിനകത്തുള്ള ആത്മാ തന്നെയാണ് എനിക്കുള്ളത്, അല്ലെങ്കിൽ എൻ്റെ ആത്മായാണ് എല്ലാ ജീവജാലങ്ങളിനകത്ത് ഉള്ളത്. ഇതൊക്കെ മനസ്സിലാക്കിയാൽ പിന്നെ ആരുടെ പുറത്താണ് ദ്വേഷം, ആരുടെ പുറത്താണ് ദേഷ്യം, ആരുടെ പുറത്താണ് വെറുപ്പ്? ഈ നെഗറ്റീവ് ഫീലിങ്സൊക്കെ നമ്മളെ വിട്ടു പോയാൽ പിന്നെ നമുക്ക് സമാധാനം. ഓക്കെ. ത്രൂ ഔട്ട് ദ നൈറ്റ് പീസ് റിമൈൻസ് വിത്ത് മീ ആൻഡ് ഇൻ ദ മോർണിംഗ് ഐ ഷാൽ ബി ഫിൽഡ് വിത്ത് ലൈഫ് ആൻഡ് ലവ്. സോ രാത്രി മുഴുക്കെ ഞാൻ മനസമാധാനത്തോടെ ഉറങ്ങുന്നു. രാവിലെ എണീക്കുമ്പം തുള്ളിച്ചാടി ഉണരുന്നു. എന്തും ചെയ്യാനുള്ള ഒരു ശക്തി എൻ്റെ മനസ്സിലുണ്ടാവുന്നു. എ സർക്കിൾ ഓഫ് ലവ് ഈസ് ഡ്രോൺ അറൗണ്ട് മീ. എ സർക്കിൾ ഓഫ് ലവ് ഈസ് ഡ്രോൺ അറൗണ്ട് മീ എന്ന് വെച്ചാൽ എന്നെ ചുറ്റി, എൻ്റെ മനസ്സിൽ നിന്ന് വെളിയിൽ വരുന്നത്, എൻ്റെ തോട്ട്സ്, എൻ്റെ വാക്കുകൾ, എൻ്റെ ചിന്തകൾ എല്ലാം സ്നേഹത്തിൻ്റെ പുറത്താണ്. അപ്പോൾ എനിക്ക് ആരുടെ പുറത്തും ഒരു വെറുപ്പില്ല, എൻ്റെ പുറത്തും വെറുപ്പില്ല, മറ്റവരുടെ പുറത്തും വെറുപ്പില്ല എന്നുള്ള ഇങ്ങനെ ഈ ഒരു പ്രെയർ പറഞ്ഞുകൊണ്ട് നമ്മൾ കിടക്കുക. അപ്പം ഇത് ഇങ്ങനെ തന്നെ ബൈബിളിലും പറഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. എന്താ വെച്ചാൽ ഒരു ഇറ്റലിസൈസ്ഡ് ലെറ്റേഴ്സിലാണ് അത് തന്നിരിക്കുന്നത്. പക്ഷേ ബൈബിളിൻ്റെ കോട്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ആ ലാംഗ്വേജ് കണ്ടാൽ എനിക്ക് മനസ്സിലാവുന്നു ബൈബിളിൽ നിന്ന് എടുത്തതാണ്. ഐ വിൽ ഫിയർ നോ ഈവിൽ. ഈവിൽ എന്ന് വെച്ചാൽ കെട്ടത്. എൻ്റെ ജീവിതത്തിൽ ഒരു കെട്ടത് സംഭവിക്കുമെന്ന് എനിക്കൊരു യാതൊരു പേടിയുമില്ല. എന്നുവെച്ചാൽ ഞാൻ നല്ലതേ ചിന്തിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് വരുന്നത് നല്ലതാണ്, എനിക്ക് നല്ലതേ വരത്തുള്ളൂ. ഫോർ ദൗ ആർട്ട് വിത്ത് മീ. ബിക്കോസ് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ആ ഡിവൈൻ പവർ എന്നുള്ളിലുണ്ട്. ഐ സ്ലീപ്പ് ഇൻ പീസ്, ഐ വേക്ക് ഇൻ ജോയ്, ആൻഡ് ഇൻ ഹിം ഐ ലിവ്, മൂവ് ആൻഡ് ഹാവ് മൈ ബീയിങ്. ആ ദൈവീക ശക്തിയോടുകൂടി ഞാൻ അങ്ങ് ഒന്നായി. ഇപ്പം ഞാൻ വേറെ, ദൈവം വേറെ അല്ല. തത്വമസി, ഞാനും ദൈവവും ഒന്നായി എന്നുള്ള രീതിയിൽ ഈ പ്രാർത്ഥന ചെയ്തുകൊണ്ട് നമ്മൾ കിടക്കണം. ഓക്കെ. അപ്പം ഈ ബുക്ക് ഇംഗ്ലീഷിൽ വായിക്കാൻ പറ്റുന്നവർക്ക് ഈ പാരഗ്രാഫ് എഴുതിയെടുത്ത് അത് നമ്മൾ സ്വയം പറഞ്ഞിട്ട് കിടക്കണം. ഇത് ഇത്രയൊന്നും ഇംഗ്ലീഷൊന്നും എനിക്ക് അറിഞ്ഞുകൂടാന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ഞാനിപ്പം വിശദമായിട്ട് വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അത് കേട്ട് കുറിപ്പെടുത്ത് അതിനേറ്റ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വാക്കുകൾ മാറിയെന്ന് വിചാരിച്ച് ഒരു കുഴപ്പമില്ല. അത് വാങ്ങിച്ച് ഇത് പറഞ്ഞിട്ട് കിടക്കണം. അപ്പം വീട്ടിൽ വലിയവരുണ്ടെങ്കിൽ, ഉറക്കമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഇത് വായിച്ച് കാണിക്കണം, വീഡിയോ കേൾപ്പിച്ച് കാണിക്കണം. ഓക്കെ. എത്ര നല്ല വീഡിയോ. സോ ഇങ്ങനെയാണ് ഈ യുവർ സബ് കോൺഷ്യസ് മൈൻഡ് ആൻഡ് ദ വണ്ടേഴ്സ് ഓഫ് സ്ലീപ്പ് എന്നാണ് തുടങ്ങിയത് ചാപ്റ്റർ. നല്ല രീതിയിൽ അദ്ദേഹം ഈ ചാപ്റ്ററിനെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ നല്ല സമാധാനമായിട്ടുള്ള ഉറക്കത്തിനുള്ള പ്രെയറിനെ അദ്ദേഹം സെപ്പറേറ്റായിട്ട് ഒരു പാരഗ്രാഫായിട്ട് തന്നിട്ടുണ്ട്. അത് തന്നെയാണ് ഞാൻ വിചാരിച്ചത് ഇത് ഒരു വീഡിയോ ആയിട്ട് തന്നെ പോട്ടെ. അതിൻ്റെ ലെങ്ത് ഒന്നും നമുക്ക് ഒരു വിഷയമല്ല, ചെറുതോ വലുതോ. അതിൽ എന്ത് സന്ദേശമാണ് ഉള്ളത് അതാണ് വലുത്. അങ്ങനെ വിചാരിച്ച് ഞാൻ ചെയ്യുന്നു. നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.